ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ പതിവായിട്ട് ഇച്ചിരി ലേറ്റായിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. കാരണം ചേട്ടാ ഇവിടെ അടുത്താണ് ജോലിക്ക് പോകുന്നത്, അതുകൊണ്ട് തന്നെ ഇച്ചിരി ലേറ്റായിപ്പോയി എഴുന്നേറ്റപ്പോൾ. എഴുന്നേറ്റ ഉടൻ തന്നെ പതിവായിട്ട് നമ്മൾ ആദ്യം കഴിക്കുന്നത് ചായയാണ് കേട്ടോ. വേറെ വെള്ളം പോലും അല്ല കുടിക്കുക, അത് പണ്ട് തൊട്ടേ ഉള്ള ശീലമാണ്. രാവിലെ എഴുന്നേറ്റോളം കട്ടനാണ് ഞങ്ങൾ പണ്ട് തൊട്ടേ കുടിക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ചായ ആക്കിയത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് ചായ കുടിക്കുന്നത് കേട്ടോ. വീട്ടിലായിരുന്ന സമയത്ത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ചൂടുവെള്ളവും കുടിക്കും. രാവിലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ചായ എണ്ണിട്ട് കുടിച്ച് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിച്ചു, ചായ കുടിക്കാൻ ഇട്ടു കേട്ടോ. അതിനുശേഷം കുറച്ച് പാലുണ്ടായിരുന്നു, ചൂടാക്കാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ പശുവും പാലാകുമ്പോൾ നമ്മൾ ഒന്നിലന്ന് രാത്രി തന്നെ ചൂടാക്കി വെക്കണം, അല്ലെങ്കിൽ പിറ്റേന്ന് തന്നെ ചൂടാക്കി വെക്കണം. അതിൽ കൂടുതൽ വെച്ചിരുന്നാൽ അത് പാല് ചീത്തയായിപ്പോവും. അതുകൊണ്ട് തന്നെ കിട്ടിയ പാടെ തന്നെ ഞാൻ ഇന്നലത്തേക്ക് ഉപയോഗിച്ചതിന് ശേഷം ഇന്ന് രാവിലെയാണ് ഈ ഒരു ബോട്ടിൽ പാലെടുത്തതിന് ശേഷം ചായക്കുള്ളതെല്ലാം മാറ്റിയിട്ട് ബാക്കിയുള്ള പാലെടുത്ത് തിളപ്പിച്ച് കാച്ചി വയ്ക്കാനായിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ പാൽപ്പാട എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. മിലുവിനും മിക്കുവിനും എൽസൂനും ഇന്നുവിനൊക്കെ നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ഒരു സെറ്റ് ബാച്ച് ഞാൻ എടുത്ത് കളഞ്ഞു കേട്ടോ. കാരണം ഫ്രിഡ്ജ് ഇടയ്ക്ക് കംപ്ലൈൻ്റ് ആയിട്ടൊക്കെ ഇരുന്നു കേട്ടോ. ആ സമയത്ത് ഫ്രിഡ്ജ് ഓണായി കിടക്കും, പക്ഷേ അതിനകത്ത് നല്ല തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിന് നല്ല തണുപ്പ് വേണം, നല്ല പാൽപ്പാട നന്നായിട്ട് കട്ടിയായിട്ടിരിക്കണം. പക്ഷേ അങ്ങനെ പാൽപ്പാട എല്ലാം കംപ്ലൈൻ്റ് ആയിട്ട് പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ അത് മൊത്തത്തിൽ പോയി. ഇപ്പം ഞാൻ വെച്ച് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ചായയും കുടിച്ചതിന് ശേഷം ചേട്ടൻ ജോലിക്ക് പോയി കേട്ടോ. ഞാനിപ്പോൾ പതിവ് പോലത്തെ എൻ്റെ ജോലിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു ടൈം ടേബിൾ പോലെയാണ്. കുറേ ജോലികളുണ്ട്. 10 മണിക്കകത്ത് ഞാൻ എൻ്റെ എല്ലാ ജോലിയും തീർക്കും കേട്ടോ. പിന്നീടൊക്കെ കുറച്ച് നേരം വിശ്രമിക്കുകയും ഇതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യുകയൊക്കെ ഇരിക്കും. അതിന് ശേഷം ഒരിക്കൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ജോലിയായിട്ട് ചെയ്യുന്നത്. അല്ലാതെ ഞാനിപ്പോൾ തുടർച്ചയായിട്ടും ഇങ്ങനെ ജോലിയൊന്നും ചെയ്യത്തില്ല. അത് പെട്ടെന്ന് ഞാൻ ജോലി തീർത്തിട്ട് വന്ന് വിശ്രമിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ തലേദിവസം രാത്രി അലക്കിയിട്ട തുണി ഞാൻ ടെറസിലോട്ട് കൊണ്ടിട്ട് കേട്ടോ. അതിനുശേഷം തൂക്കാനായിട്ട് നിന്നു. മുറ്റം എല്ലാം തൂത്തു കേട്ടോ. അപ്പോൾ വെള്ളം ഞാനിപ്പോൾ ഡെയിലി ഒന്നും ഒഴിക്കാറില്ല, കാരണം നന്നായിട്ട് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെടിക്ക് അങ്ങനെ അധികമായിട്ടും വെള്ളം ഒഴിക്കാറില്ല. ഇപ്പോൾ മെയ് പകുതിയായ സമയത്ത് തൊട്ടേ മഴയാണ് അല്ലേ, നല്ല മഴ കിട്ടുന്നുണ്ട്. ഇനി സ്കൂൾ തുറക്കുമ്പോഴൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ നല്ല മഴ കിട്ടുന്നുണ്ട്. പകൽ കുഴപ്പമില്ല, രാത്രി നല്ലതുപോലെ മഴ കിട്ടുന്നുണ്ട്. ചില സമയത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പകലും മഴ പെയ്യുന്നത്. അങ്ങനെ അപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പടിയിൽ മൊത്തത്തിൽ പൊടി അടിക്കുന്നുണ്ട്. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് തുറപ്പ് വെച്ചാക്കുമ്പോൾ തന്നെ അത് പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു ഉപകാരം കൂടെ ഉണ്ട്. കുഴപ്പമില്ല. ചില സമയത്ത് ഇതിനെ കട്ടിയായിട്ടിരിക്കും, നമുക്ക് ഇളക്കി മാറ്റാൻ പറ്റാത്ത രീതിയിലൊക്കെ ഇരിക്കും. പിന്നെ കഞ്ഞി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിറക് പുറത്ത് കിടപ്പുണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് അകത്തോട്ട് കൊണ്ടുവച്ച് കേട്ടോ. അപ്പോൾ ഇന്ന് വിറകില്ല അടുപ്പിലാണ് ഞാനിന്ന് കഞ്ഞി വയ്ക്കുന്നത്. പൊതുവേ കഞ്ഞി വയ്ക്കുന്നത് അങ്ങനെയാണ്. പിന്നെ റേഷൻ അരിയൊക്കെ എടുക്കുന്ന സമയത്ത് മാത്രമേ ഇൻഡക്ഷനിലോട്ട് വയ്ക്കാറുള്ളൂ. പിന്നെ ഇപ്പോൾ തൽക്കാലത്തേക്കുള്ള ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ ഇടാനുണ്ടായിരുന്നു, അത് ചെയ്യാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഇപ്പോൾ വലിയ കാറ്റൊന്നുമില്ല കേട്ടോ. ഒരു 10 മണി കഴിയുന്ന സമയത്തേ കാറ്റ് വരത്തുള്ളൂ. അതിന് മുന്നായിട്ട് അടുക്കള തുറന്നിട്ട് ജോലി ചെയ്തു. ഒരു 9:30 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും കാറ്റ് അങ്ങോട്ട് വരും. പിന്നെ കതക് തുറന്നിട്ട് ജോലി ചെയ്യാനേ പറ്റാറില്ല, നല്ലതുപോലെ കാറ്റടിക്കും. ഗ്യാസും ഓഫായിപ്പോവും. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ എബി ഒന്ന് വീഡിയോ കോൾ വിളിച്ചു കേട്ടോ. അപ്പോൾ ആശാൻ ആ സമയത്ത് ഉറക്കെ എഴുന്നേറ്റതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം വരെ അവനുമായിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ നെത്തോലി മീനായിരുന്നു കേട്ടോ ഒന്ന് കറി വയ്ക്കാനായിട്ട് ഉണ്ടായിരുന്നത്. മാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ ആ ടൈമിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല, മാങ്ങ മാറ്റി വെച്ചു. അപ്പോൾ ചമ്മന്തിയും അപ്പം വരുന്നു കേട്ടോ ഇന്നത്തത്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് അപ്പം ഇതുപോലെ നല്ല രീതിയിൽ മാവ് ഇങ്ങനെ പൊന്തി വന്നത് കേട്ടോ. ചില സമയത്ത് മാവ് പൊന്തി വരാറില്ല, ആ സമയത്ത് ഉണ്ടാക്കുമ്പോൾ കല്ലുപോലെ ഇരിക്കും കേട്ടോ. ഇത് നല്ല അപ്പം വരുന്നു കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല അപ്പത്തിൻ്റെ പരുവത്തിൽ നല്ലതുപോലെ മാവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം വെച്ചിരുന്ന സാമ്പാറും കുറച്ച് അധികം ഉണ്ടായിരുന്നു, പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂട്ടിയിട്ട് കഴിച്ചു. പിന്നെ അരി ഒന്ന് അരച്ച് വെക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ, ദോശയ്ക്ക് ഇഡലിക്കും. അതിന് വേണ്ടിയിട്ട് ഉഴുന്നും പച്ചരിയും ചാക്കരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചിപ്പിയുടെ കോൺവൊക്കേഷനാണ് കേട്ടോ, അവൾ ഡിഗ്രി പാസ്സായതിൻ്റെ കോൺവൊക്കേഷനും ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ, കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കും ഈ ഒരു ദിവസം ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ TTCക്ക് കിട്ടിയ കോൺവൊക്കേഷനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ ഒരു ദിവസത്തെ കാര്യം ഓർമ്മ വന്നു കേട്ടോ.
പിറ്റേന്ന് ഞാൻ പതിവ് പോലെ തന്നെ വീഡിയോ ഒക്കെ ഓണാക്കി വെച്ച് ആണ് എൻ്റെ ജോലികൾ മൊത്തത്തിൽ നടക്കുന്നത് കേട്ടോ. കുറച്ച് തുണി മുക്കി വെക്കാനുണ്ടായിരുന്നു, അത് മുക്കി വെച്ചിട്ട് മാങ്ങ എടുത്തരിഞ്ഞു കേട്ടോ. ആ സമയത്ത് ഞാൻ കാണിച്ച സമയത്ത് മാങ്ങ അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് തുണിയെല്ലാം മുക്കി വെച്ചതിന് ശേഷമാണ് മാങ്ങ അരിയാൻ നിന്നത്. കൂടെ തന്നെ മാങ്ങയും കഴിച്ച് തന്നെ എനിക്ക് കുറച്ച് കുടുംബശ്രീയുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുണ്ടായിരുന്നു. വീഡിയോസൊക്കെ കണ്ടു, റിപ്പോർട്ടും എഴുതി വെച്ച് അങ്ങനെ ഇരുന്നു. എഴുതി തീർന്നപ്പോൾ തന്നെ ഉച്ചയായി കേട്ടോ. അത്രയും ഉണ്ടായിരുന്നു എഴുതാനായിട്ട്. നല്ല ലേറ്റായി റിപ്പോർട്ടൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ ഒന്ന് എഴുന്നേറ്റ് വരും കേട്ടോ. ഒരിക്കൽ ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് പോയി ഇരുന്നതും വലിയൊരു സൗണ്ട് കേട്ടു. എന്തെന്നും പറഞ്ഞ് വന്ന് നോക്കിയ സമയത്താണ് ഒരു കൊതുമ്പ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ചെടിയുടെ പുറത്തൂടെ തന്നെ വന്ന് വീണത് ഒരുമാതിരിയായി കുറച്ചുകൂടെ ഇങ്ങനെ ചാഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെത്തോലി മീൻ ഫ്രൈയും നെത്തോലി മീൻ കറിയും തോരനും സാമ്പാറിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തോരനും പിന്നെ തീയലും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല സുഭിക്ഷമായിട്ട് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. അതിനുശേഷം പാത്രം കുറച്ചുണ്ടായിരുന്നത് കഴുകിയും വെച്ചു. പിന്നീട് ഞാൻ മാവ് ആട്ടാനായിട്ട് നിന്നു കേട്ടോ. മാവാനായിട്ട് ഞാൻ നിന്നില്ല. അരിയെല്ലാം ഗ്രൈൻഡറിലോട്ട് ഇട്ടതിന് ശേഷം തുണി അലക്കി ഇടാനായിട്ട് പോയി കേട്ടോ. ഇത് തലേ ദിവസം ഇന്ന് രാവിലെ തന്നെ ഞാൻ ടെറസിൽ കൊണ്ടിട്ട തുണിയാണ്. അതും എടുത്ത് ഞാനിപ്പോൾ കഴുകിയ തുണിയൊക്കെ അവിടെ തന്നെ വിരിച്ചിട്ടതിന് ശേഷം നേരെ താഴത്തോട്ട് വന്നു കേട്ടോ. താഴെ വന്ന് ചായ ഇടാനായിട്ട് നിന്നു. അതിൻ്റെ കൂടെ തന്നെ അരിയും കൂടെ വാരി വെച്ച് കേട്ടോ. അതായത് അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ വാരി 2 പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡലിക്ക് സെപ്പറേറ്റ്, ദോശയ്ക്ക് സെപ്പറേറ്റ്, അങ്ങനെയാണ് ഞാൻ എടുത്ത് വെക്കാറുള്ളത് കേട്ടോ. ഇപ്പം തന്നെ എൻ്റെ ബോഡി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഡയറ്റ് എടുക്കാൻ പോകുന്നതെന്നല്ലേ. നല്ലതുപോലെ വയറിങ്ങനെ നല്ലതുപോലെ ഇതായിട്ട് നിൽപ്പുണ്ട്. അതാണ് ഞാൻ തീരെയും ഡയറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് വണ്ണം വെച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കാലിന് ഇച്ചിരി പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ ഡയറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും സക്സസ് ആയിട്ടും എല്ലാ ദിവസവും എടുക്കാൻ പറ്റട്ടെന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ചില സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ളൊരു ആഗ്രഹമൊക്കെ വരുമല്ലോ. അങ്ങനെ അതൊന്നും തോന്നാതിരിക്കട്ടെ എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ 2 പാത്രത്തിലൊക്കെ ആയിട്ട് മാവും എല്ലാം മാറ്റി വെച്ചു. അതുപോലെ തന്നെ ചായയും കൂടെ തന്നെ ഞാൻ ചായയും കൂടെ ഇട്ടു. ചായ 2 ഗ്ലാസ്സിലോട്ട് മാറ്റി പകർത്തി വെച്ചതിന് ശേഷം ഞങ്ങൾ 2 പേരും കൂടെ പിന്നെ ചായ കുടിക്കാനായിട്ടൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ 2 പേരും മാത്രമായതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ. ചില സമയത്ത് ഓർക്കുമ്പോൾ കുഴപ്പമില്ല, 2 ദിവസമൊക്കെ കുഴപ്പമില്ല. 3ൻ്റെ അന്ന് തൊട്ടൊരു വീട്ടിനകത്ത് ആരും ഇല്ല എന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. 2 പേരും മാത്രമാണല്ലോ എന്നൊരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വരും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 2 പേരുടെ നേരെ ചായ കുടിക്കാനായിട്ട് ഹോളിലോട്ട് വന്നിരുന്നു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ചില സമയത്തൊക്കെ ഇവിടെ വന്നിരുന്ന് ചായയൊക്കെ കുടിച്ച് സിനിമയും കണ്ട് അങ്ങനെ ഇരിക്കും. അതും വേറൊരു വൈബാണല്ലോ. അങ്ങനെ ഇരിക്കും കേട്ടോ. എബി കൂടെ ഉണ്ടെങ്കിൽ അവനും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചും കളിച്ചും ചിരിച്ചുമൊക്കെ അങ്ങനെ ഇരിക്കും. അപ്പോൾ വൈഫൈയിലാണ് സിനിമ ഇടുന്നത് കേട്ടോ. നമ്മളെ യൂട്യൂബിലുള്ള എന്ത് വേണം നമുക്ക് വൈഫൈയിൽ കാണാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് വാഴ 2 എന്ന് കണ്ടു. നോക്കിയപ്പോൾ സിനിമയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സിനിമ കണ്ടു. പെട്ടെന്ന് തന്നെ ബീനെ എടുത്തും അശ്വിനെ എടുത്തും സ്നേഹയെടുത്തൊക്കെ പറഞ്ഞു ഇട്ട് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളും അങ്ങനെ ഇരുന്ന് വാഴ 2 ഒക്കെ കണ്ടു. പിന്നെ ചേട്ടൻ വന്നപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സിനിമ പകുതിയായപ്പോൾ അതും എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.